അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഞാൻ കണ്ടതാണിത്, ഈ പ്രാക്ടീസ് പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ. ഇത് കൃത്യമാണ്. ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം ഏറ്റെടുക്കണം. ആ സ്ഥാനാർത്ഥി ക്വാളിഫിക്കേഷനുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല, പരിശോധിക്കണം ഇനി മത്സര രംഗത്ത് നിൽക്കാൻ. കാരണം എന്ന് വെച്ചാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതിപ്പം മാത്രമല്ല, പരസ്യമായി പണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. 1 മിനിറ്റ് വൈകാതെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. ഇത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തേക്ക് പറഞ്ഞു ടെലിവിഷൻ ആഡൊന്നും പാടില്ല, ഓൺലൈൻ ആഡ് പാടില്ല. ഇന്ന് LDFിൻ്റെയും BJPയുടെയും രണ്ടുപേരുടെ ആടുണ്ട്. ഞങ്ങൾ ആട് പാടില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും UDF നിർത്തിവെച്ചു. അവർക്ക് ആട് നടത്താം. ഇപ്പം ഞാൻ പറഞ്ഞ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ പിന്നെ വോട്ടർ പട്ടിക കണ്ണൂർ ജില്ലയിലെ വ്യാജ വോട്ടർമാർ എനിക്ക് നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞിരിക്കുക. നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. ആ നോട്ടീസിന് ഞാൻ മറുപടി കൊടുക്കാനും പോകുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴും വിവരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും ചീമേനിയിൽ നിന്നും അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോഴും റിപ്പോർട്ട് കൊണ്ടിരിക്കുകയാണ്. വ്യാജ ID കാർഡ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കേന്ദ്രങ്ങളിലും. ഈ മണ്ഡലങ്ങളിൽ മാത്രമാണ് പല മണ്ഡലങ്ങളിലും BJP പണം വിതരണം ചെയ്യുന്നത്. പാലക്കാട് മാത്രമാണോ അതോ? അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ പണക്കൊഴുപ്പ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രചരണത്തിൽ കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ പക്ഷേ കൈയോടെ പിടിച്ച സംഭവമല്ലേ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സ്ഥലത്തും വിജിലൻ്റ് ആവണം. ഇങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതാണ് പറയാനുള്ളത്. അല്ല, ഇപ്പം പഴയ പോലെ അല്ലല്ലോ. CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് അറിവ് കിട്ടും, ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കും. അത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം, നടപടി എടുക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ ഉന്നയിച്ചതാണ്. ഇത് കൃത്യമായിട്ട് കണ്ണൂരിലെ അറിയുന്ന ഇലക്ഷൻ നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നാളെ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ നീതിപൂർവ്വമായി കേന്ദ്രത്തിൽ BJPക്കൊപ്പമാണ്, അതാത് സംസ്ഥാനങ്ങളിൽ ആ ഭരണ പാർട്ടിക്കൊപ്പമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ ആക്ഷനാണ്. ലെറ്റ് us see what they are going to do.